പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ സർക്കാരിനെ നിയമസഭയിൽ കടന്നാക്രമിച്ചു പ്രതിപക്ഷം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വിപണിയിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കി. രൂക്ഷമായ വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. പച്ചക്കറിക്കും പലവ്യഞ്ജന സാധനങ്ങൾക്കും വില കുതിച്ചുയരുന്നത് പ്രമേയാവതാരകൻ റോജി എം ജോൺ അക്കമിട്ട് നിരത്തി. പഞ്ചസാര 42 44, വെളിച്ചെണ്ണയ്ക്ക് 175, 167 നിന്നും സർ, ഉരുളക്കിഴങ്ങിന് 35 നിന്നും 48, സവാളയ്ക്ക് 32 നിന്നും 42. അങ്ങനെ ഓരോ സാധനങ്ങളും ഇത് സർക്കാരിന്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. വിലക്കയറ്റം കേരളത്തിൽ മാത്രമല്ലെന്ന് സമർത്ഥിക്കാനായിരുന്നു പൊതുവിതരണ മന്ത്രിയുടെ ശ്രമം. വിലക്കയറ്റം തടയാൻ സർക്കാർ ഫലപ്രദമായി ഇടപെടുമെന്നായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. സംസ്ഥാനത്ത് പച്ചക്കറി വിലയുടെ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിഹാരം കാണാൻ ആവശ്യമായ നടപടികളുടെ ഭാഗമായി കൃഷിമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഉന്നതതല യോഗം ചേർന്ന് അതിനെ സംബന്ധിച്ച് വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള നടപടിയിലേക്കും നീങ്ങുന്നുണ്ട്. വിലക്കയറ്റത്തിൻ്റെ വിഷയത്തിൽ ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം വിഷയമല്ല, രാജ്യമൊട്ടാകെയുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. വിലക്കയറ്റം തടയാൻ സർക്കാർ ഒന്നും ചെയ്തില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. 50 വർഷം കൊണ്ട് സർക്കാർ സപ്ലൈകോയെ കുഴിച്ചുമൂടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് ആദ്യം മന്ത്രി അസംബ്ലിയിൽ ഉത്തരം നൽകി. വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 4000 കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട് ഈ സപ്ലൈകോയ്ക്ക്. അപ്പൊ 50ാമത്തെ കൊല്ലം സപ്ലൈകോയെ കുഴിച്ചുമൂടി എന്നുള്ള പേരായിരിക്കും ഈ സർക്കാരിൽ ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മന്ത്രിയുടെ മറുപടിയിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.